ഈയിടെയായിട്ട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഫാമിലി കൗൺസിലിംഗിൽ വരുന്ന കേസുകളിൽ പതിവായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മൈക്രോ ചീറ്റിംഗ് എന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് നിങ്ങൾ ഒരു റിലേഷനിൽ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ മാരീഡ് ആണ് എന്നിരിക്കുമ്പോൾ തന്നെ പുതിയതായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് ഒരു ആകർഷണം തോന്നുകയും ഫോൺ നമ്പറുകളൊക്കെ പരസ്പരം കൈമാറുകയും രഹസ്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും അതുമല്ല ഒരു ഫ്ലിർട്ടിംഗ് ടൈപ്പ് മെസ്സേജുകളിലേക്കൊക്കെ പോകുകയും ഇതൊന്നുമല്ലെങ്കിൽ ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റുകളിലൊക്കെ പുതിയ ബന്ധങ്ങൾ തിരയുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള പങ്കാളിയിൽ നിന്നും മറച്ചു വെക്കുക, ഇങ്ങനെയുള്ള സ്വഭാവ രീതികളെയാണ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പുതിയ വ്യക്തിയുമായിട്ട് ശാരീരികപരമായിട്ടുള്ള ബന്ധമൊന്നും ഇവർക്ക് ഉണ്ടാകില്ലായിരിക്കും, പക്ഷെ അവരുടെ ഇമോഷൻസും ഫീലിംഗ്സും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്നുള്ള ബന്ധമായിരിക്കും ഇവർക്ക്. കാലക്രമേണ ഈ പുതിയ വ്യക്തിക്ക് തന്റെ പങ്കാളിയേക്കാൾ മുൻഗണന നൽകുമ്പോൾ അത് നിലവിലെ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ കാരണമാകും. എസ്പെഷ്യലി ഈ പങ്കാളി ഒരു ഓവർ പൊസസീവ് ടൈപ്പ് ആണെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരവുമാകും. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഏതൊരു ബന്ധവും മുന്നോട്ട് പോകാനായിട്ട് ചില ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ നിലവിലുള്ള ബന്ധത്തിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാകാം മറ്റൊരു ബന്ധം തേടി പോകാനായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ പ്രേരിപ്പിക്കുന്നത്. സോ എന്താണ് ആ റിലേഷനിൽ അവരുടെ അസംതൃപ്തിക്ക് കാരണം എന്ന് മനസ്സിലാക്കുകയും അവരുടെ പങ്കാളിയോട് ഇതേപ്പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്താൽ ഈ മൈക്രോ ചീറ്റിംഗ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.